ഒരു വർഷം 2 എക്സാം ഇന്റർനാഷണൽ കരിയർ ഇത് ഉറപ്പു തരുന്ന കോഴ്സാണ് CMA USA. അപ്പൊ 2025 ഒരു CMA USA ആസ്പിരന്റിനെ കാത്തിരിക്കുന്ന എന്തൊക്കെയാണ്, അവർക്ക് ഏതൊക്കെ ജോബ് റോൾസ് ചെയ്യാം, ഏതൊക്കെ കമ്പനീസ് അവരെ ഹയർ ചെയ്യും എന്നുള്ളതെല്ലാം ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നതാണ്. വെൽക്കം ടു കാറ്റലിസ്റ്റ്. നമ്പർ 1, ഫൈനാൻഷ്യൽ അനലിസ്റ്റ്. ഒരു കമ്പനിക്ക് അവരുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ സഹായിക്കുക, ട്രെൻഡ്സ് അനലൈസ് ചെയ്യുക, റിപ്പോർട്ടുകൾ ഉണ്ടാക്കുക, ഇതൊക്കെയാണ് ഒരു ഫൈനാൻഷ്യൽ അനലിസ്റ്റിന്റെ ജോലി. സെക്കൻഡ് 1, മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്, ബഡ്ജറ്റിംഗ്, കോസ്റ്റ് കൺട്രോൾ, പെർഫോമൻസ് റിപ്പോർട്ടിംഗ്. ഒരു MNCയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജോലി എന്ന് വേണമെങ്കിൽ പറയാം. തേർഡ് 1, FP&A മാനേജർ, ഷോർട്ട് ഫോം ഫോർ ഫൈനാൻഷ്യൽ പ്ലാനിംഗ് ആൻഡ് അനാലിസിസ് മാനേജർ. ഒരു MNC നിലനിൽക്കുന്നത് തന്നെ അതിന്റെ ഫൈനാൻഷ്യൽ പ്ലാനിംഗ് കൊണ്ടാണ്. അത് മാനേജ് ചെയ്യുന്ന ആളാണ് FP&A മാനേജർ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ജോബാണ്. ഫോർത്ത് 1, കോസ്റ്റ് അക്കൗണ്ടന്റ്. ഒരു കമ്പനിയുടെ ഫൈനാൻസ് ഓപ്പറേഷൻ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന പൊസിഷൻ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫിഫ്ത് 1, ഫൈനാൻസ് മാനേജർ / കൺട്രോളർ. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു CMA ക്വാളിഫൈഡ് പേഴ്സണ് മാത്രമേ ഈ ഒരു ജോബ് കിട്ടുള്ളൂ. സിക്സ്ത് 1, ഇന്റേണൽ ഓഡിറ്റർ. ബാങ്ക്സ്, കോർപ്പറേറ്റ് ഫേംസ് ഇവയ്ക്കൊക്കെ ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ട് വേണ്ടിയിട്ടുള്ള ഒരു പൊസിഷനാണ്. നമ്പർ 7, ബിസിനസ് കൺസൾട്ടന്റ് ഓർ സ്ട്രാറ്റജി അനലിസ്റ്റ്. ഒരു കമ്പനിയുടെ സ്ട്രാറ്റജി കൃത്യമായി പ്ലാൻ ചെയ്യുക, അവ ഇംപ്ലിമെന്റ് ചെയ്യാൻ സഹായിക്കുക, ഇതൊക്കെയാണ് ഈ റോളിന്റെ പ്രത്യേകത. ഇനി CMA USA ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഏതൊക്കെ മേഖലകളിൽ വർക്ക് ചെയ്യാം, ഏതൊക്കെ കമ്പനീസ് അവരെ ഹയർ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. JP Morgan, Citi, HSBC എന്നീ കമ്പനികൾ ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സർവീസിന് വേണ്ടിയിട്ട് ഒരു CMA USA കാരനെ ഹയർ ചെയ്യും. ഡെലോയിറ്റ്, PwC, EY എന്നീ കമ്പനികൾ കൺസൾട്ടിങ്ങിനായി ഹയർ ചെയ്യും. ജോൺസൺ ആൻഡ് ജോൺസൺ, കാറ്റർപില്ലർ തുടങ്ങിയ കമ്പനികൾ മാനുഫാക്ചറിംഗ് മേഖലയിലുള്ളവരാണ്, അവരും ഒരു CMA USA കാരനെ ഹയർ ചെയ്യും. ഫൈസർ, മെട്രോണിക് എന്നീ ഹെൽത്ത് കെയർ ഫാർമ കമ്പനികൾ ഒരു CMA USA കാരനെ എന്തായാലും ഹയർ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞോ? ഇല്ല. ടെക് ഭീമന്മാരായിട്ടുള്ള ഗൂഗിൾ, ആമസോൺ, ഇൻഫോസിസ് ഇവരെല്ലാം ഒരു CMA USA കാരനെ ഹയർ ചെയ്യുന്നു. ഗ്ലോബൽ MNCസിന്റെയും സ്റ്റാർട്ടപ്പുകളുടെയും ഒരു ഹബ്ബാണ് ഇന്ത്യ. ഇവർക്ക് എല്ലാവർക്കും ഫൈനാൻഷ്യൽ പ്ലാനിംഗ്, കൺട്രോളർഷിപ്പ്, സ്ട്രാറ്റജി, കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ഇവയ്ക്കൊക്കെ ഒരു CMA USA കാരനെ എന്തായാലും വേണം. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിൽ മാത്രമാണോ ഒരു CMA USA കാരന് കരിയർ ഓപ്പർച്യൂണിറ്റി ഉള്ളത്? അല്ല. ഏതൊക്കെ രാജ്യങ്ങളാണ് ഒരു CMA USA കാരനെ ഹയർ ചെയ്യുന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് 1, USA. ഹൈലി റെസ്പെക്ടഡ് ആയിട്ടുള്ള മിഡ് ടു സീനിയർ റോൾസിലേക്ക് US കമ്പനീസ് ഒരു ഇന്ത്യൻ CMA USA കാരനെ എന്തായാലും പ്രിഫർ ചെയ്യും. സെക്കൻഡ് 1, UAE ആൻഡ് മിഡിൽ ഈസ്റ്റ് കൺട്രീസ്. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല. UAE ആൻഡ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലുള്ള കമ്പനീസ് അവർ ഇന്ത്യക്കാരെയാണ് എപ്പോഴും ഹയർ ചെയ്യാറുള്ളത്. തേർഡ് 1, കാനഡ. കാനഡ എന്ന് പറയുന്നത് വലിയൊരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് ഒഴിവുകൾ ഉണ്ടെങ്കിലും അതൊന്നും നികത്തപ്പെട്ടിട്ടില്ല. ഇനിയും ഒഴിവുകൾ ഒരുപാടുണ്ട്. നെക്സ്റ്റ് 1, സിംഗപ്പൂർ. ഏഷ്യൻ കോണ്ടിനെന്റിലെ തന്നെ ഫൈനാൻഷ്യൽ ഹബ്ബ് എന്ന് വേണമെങ്കിൽ സിംഗപ്പൂരിനെ വിളിക്കാം. ഒരു CMA USA കാരൻ ഇവിടെ പെർഫെക്റ്റ്ലി ഫിറ്റ് ആവും. ഫിഫ്ത് 1, ജർമ്മനി. ഫൈനാൻസ് മേഖലയിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് റോളുകൾ ഒരുപാട് ഒഴിവുകൾ വന്നുകൊണ്ടിരിക്കുന്നു. നെക്സ്റ്റ് 1, UK. ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണോ? ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെയുണ്ട്. കഴിഞ്ഞോ? ഇല്ല. IMA ഓരോ രാജ്യങ്ങളിലേക്കും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആ രാജ്യങ്ങളിലേക്ക് ഓപ്പർച്യൂണിറ്റീസും വളർന്നുകൊണ്ടിരിക്കുന്നു. CMA USA വെറുതെ ആവില്ല. The bottom line is, as a CMA USA graduate, you open a door to an international career. CMA USAയിൽ ഒരു ഇന്റർനാഷണൽ കരിയർ ഉണ്ടാക്കാൻ അത് പഠിപ്പിക്കുന്ന ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യണം. ഒരു ഹൈ പേയിങ്, ഹൈ സാലറിഡ് ആയിട്ടുള്ള ഒരു ജോബ് CMA USA ക്വാളിഫൈഡ് ആയാൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അതിന് സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്ങും ബെസ്റ്റ് കോച്ചിങ്ങും വേണം. ഇത് രണ്ടും കിട്ടുന്നത് ഇന്ത്യയിലെ നമ്പർ 1 കൊമേഴ്സ് പ്ലാറ്റ്ഫോമായ കാറ്റലിസ്റ്റിൽ മാത്രം. For more informative contents, do subscribe.